നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. സ്വന്തം ജോലി സ്ഥലത്തെ സൗകര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനായി സ്ത്രീകൾ നടത്തിയ മുന്നേറ്റത്തിന്റെ ഓർമ്മയിൽ വനിതാ ദിനം ആഘോഷിക്കുന്നു. കുടിവെള്ള പദ്ധതിക്ക് ഊന്നൽ നൽകി ശ്രീനാരായണപുരത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 47,77,73,403 രൂപ വരവും 45,77,26,000 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചു. യുവാവിനെ കരിങ്കല്ലുകൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. എറിയാട് ചേരമാൻ കല്ലുങ്ങൽ വീട്ടിൽ ഷിനാസ്, അഴീക്കോട് മുനയ്ക്കൽ മൂസിൻ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. 1857 മാർച്ച് 8-ന് ന്യൂയോർക്കിലെ വനിതകൾ നടത്തിയ പ്രക്ഷോഭമാണ് വനിതാ ദിനത്തിന് തുടക്കം കുറിച്ചത്. സ്വന്തം ജോലിസ്ഥലത്തെ സൗകര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനായി സ്ത്രീകൾ നടത്തിയ മുന്നേറ്റത്തിന്റെ ഓർമ്മയിൽ ഈ വനിതാ ദിനവും ആഘോഷിക്കുന്നു. സ്ത്രീകളുടെ നേട്ടങ്ങൾ, ലിംഗസമത്വത്തിനായുള്ള നിരന്തരമായ പോരാട്ടം എന്നിവ ആഘോഷിക്കുന്ന ഒരു ആഗോള പരിപാടിയാണിത്. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവ്വദേശീയ മഹിളാ ദിനം ആഘോഷിച്ചു. ആഘോഷത്തോടനുബന്ധിച്ച് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലി മാള ടൗൺ ചുറ്റി മാളിയേക്കൽ ഗാർഡനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം മഹിളാ അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KR വിജയ ഉദ്ഘാടനം ചെയ്തു. ഈ വർത്തമാന കാലയളവിൽ ഒരു വനിതാ സംഘടന ഉയർത്താൻ കഴിയുന്നതിൽ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് നമ്മുടെ സംഘടന മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ദേശീയ നിലവാരത്തിൽ തന്നെ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രസക്തിയെ സംബന്ധിച്ച്, ചരിത്രത്തെ സംബന്ധിച്ച്, പ്രാധാന്യത്തെ സംബന്ധിച്ച് എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാ സഖാക്കളും, പ്രത്യേകിച്ചും ഈ മേഖലയിൽ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന, വായിച്ചുകൊണ്ടിരിക്കുന്ന ഭൂരിഭാഗം സഖാക്കളും ഞങ്ങളെക്കാൾ നന്നായി അറിയുന്നവർ അപ്പുറത്തിരിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം എനിക്കില്ല. നേരത്തെ അധ്യക്ഷ സഖാവ് വിജയിച്ച് വളരെ വിശദമായി അതിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച് നമ്മളോട് പ്രതിപാദിച്ചിട്ടുണ്ട്. ചുട്ടുകൊള്ളുന്ന വെയിലും അതിൻ്റെ ഉഷ്ണവും, നമ്മൾ മഴയിൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് മഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു. നമ്മൾ വിചാരിച്ചു പ്രകടനം കഴിയുന്നത് വരെ അതൊന്നും അങ്ങനെ തന്നെ നിന്നാൽ നന്നായിരുന്നു എന്ന്. പക്ഷെ ചുട്ടുകൊള്ളുന്ന ഈ വെയിലത്തും നൂറുകണക്കിന് സ്ത്രീകളാണ് അന്തസ്സുറ്റ ജീവിതം ഞങ്ങളുടെ അവകാശം എന്ന് പറയുന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാളയുടെ തിരുവീഥികളെ സ്ത്രീകളുടെ പോരാട്ട ദിനമാണ് അന്താരാഷ്ട്ര വനിതാ ദിനം എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട്, പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രകടനത്തിൽ അണിനിരന്നത്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M ഗിരിജാദേവി അധ്യക്ഷത വഹിച്ചു. സിന്ധു ജയൻ, KR സിത, വത്സല ബാബു, മഞ്ജുള അരുൺ, സന്ധ്യ നൈസൻ, ഷീജ പ്രശാന്ത്, ഗീത ഭരതൻ, TR മീര തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. കുടിവെള്ള പദ്ധതിക്ക് ഊന്നൽ നൽകി ശ്രീനാരായണപുരത്ത് ബജറ്റ് അവതരിപ്പിച്ചു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തിൽ 47,78,73,403 രൂപ വരവും 45,77,26,000 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് അവതരിപ്പിച്ചു. പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. പ്രാദേശിക കുടിവെള്ള പദ്ധതിക്ക് ഊന്നൽ നൽകുന്നതിന് സംസ്ഥാന സർക്കാർ വിഹിതം ഉൾപ്പെടെ 3 കോടി രൂപയും, ലൈഫ് ഭവന പദ്ധതിക്ക് 3.5 കോടി രൂപയും, ഉൽപാദന മേഖലയ്ക്ക് 2,30,00,000 രൂപയും, ആരോഗ്യ മേഖലയ്ക്ക് 1,26,00,000 രൂപയും, വിദ്യാഭ്യാസ മേഖലയ്ക്ക് 63 ലക്ഷം രൂപയും, ദാരിദ്ര്യ ലഘൂകരണത്തിന് 6 കോടി രൂപയും, വിവിധ ക്ഷേമ പെൻഷന് 11 കോടി രൂപയും വകയിരുത്തിയ ബജറ്റാണ് അവതരിപ്പിച്ചത്. പുതിയ സാമ്പത്തിക വർഷത്തിൽ സ്മാർട്ട് TC കിച്ചൺ, പഞ്ചായത്ത് കെട്ടിടം, സബ് സെന്റർ, അംഗൻവാടി കെട്ടിടങ്ങൾ, റഫറൻസ് ലൈബ്രറി, ഹാപ്പിനെസ് പാർക്കുകളുടെ വിപുലീകരണം, പോഴങ്കാവ് കുളത്തിന്റെ വിപുലീകരണത്തിനുള്ള സ്ഥലമെടുപ്പ് തുടങ്ങിയ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനാവശ്യമായ ഫണ്ട് ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KA അയൂബ്,
CC ജയ, PA നൌഷാദ്, സുബീഷ് ചെത്തിപ്പാടത്ത്, സൗദ നാസർ, ഇബ്രാഹിം കുട്ടി, രമ്യ പ്രദീപ് തുടങ്ങിയ ജനപ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. സെക്രട്ടറി രഹന P. ആനന്ദ്, അസിസ്റ്റന്റ് സെക്രട്ടറി അബ്ദുള്ള ബാബു, ജൂനിയർ സൂപ്രണ്ട് രതീഷ്, ഹെഡ് ക്ലർക്ക് റജീന, അക്കൗണ്ടന്റ് വനജ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. യുവാവിനെ കരിങ്കല്ലുകൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. കൊടുങ്ങല്ലൂർ ശില്പി ജംഗ്ഷന് സമീപമുള്ള ഹോട്ടലിന്റെ മുൻവശത്ത് വെച്ച് എറിയാട് കാട്ടാക്കുളം സ്വദേശിയായ ചെമ്പോഴിപ്പറമ്പിൽ വീട്ടിൽ പൃഥ്വിരാജ് എന്നയാളെ കരിങ്കല്ലുകൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് എറിയാട് ചേരമാൻ സ്വദേശിയായ കല്ലുങ്ങൽ വീട്ടിൽ ഷിനാസ്, അഴീക്കോട് മുനക്കൽ ബീച്ച് സ്വദേശിയായ മുനക്കൽ വീട്ടിൽ മുച്ചു എന്ന് വിളിക്കുന്ന മൂസിൻ എന്നിവരെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ബാർ ഹോട്ടലിൽ വെച്ച് പൃഥ്വിരാജിന്റെ സുഹൃത്തായ മിഥുൻ എന്നയാളുമായി മദ്യപാനത്തെ തുടർന്നുണ്ടായ വാക്കുതർക്കത്തിന്റെ വൈരാഗ്യത്താൽ സമീപത്തുള്ള ഹോട്ടലിന്റെ മുൻവശത്ത് വെച്ച് വ്യാഴാഴ്ച വൈകിട്ട് 2 പേരും ചേർന്ന് പൃഥ്വിരാജിനെ ആക്രമിച്ച് ഗുരുതര പരിക്കേൽപ്പിച്ച കേസിലാണ് അറസ്റ്റ്. കൊടുങ്ങല്ലൂർ പോലീസ് ഇൻസ്പെക്ടർ അരുൺ BK, സബ് ഇൻസ്പെക്ടർമാരായ KG സജിൽ, സിവിൽ പോലീസ് ഓഫീസർമാരായ വിഷ്ണു, ഷമീർ, ബിനിൽ, അനസ് എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. മാള അഷ്ടംചിറയിൽ മധ്യവയസ്ക പൊള്ളലേറ്റ് മരിച്ചു. അയലൂർ വീട്ടിൽ പവിത്രന്റെ ഭാര്യ 56 വയസ്സുള്ള രജനിയാണ് മരിച്ചത്. വീടിനകത്തെ ശുചിമുറിയിലാണ് പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടത്. വെള്ളിയാഴ്ച രാവിലെ 10:30യോടെയായിരുന്നു സംഭവം. ഭർത്താവ് പവിത്രൻ ബാങ്കിൽ പോയി തിരിച്ചെത്തിയപ്പോൾ അടഞ്ഞുകിടന്നിരുന്ന വീടിനകത്ത് നിന്ന് പുക ഉയരുന്നത് കണ്ടു. അയൽക്കാരെ അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ വാതിൽ തകർത്ത് അകത്ത് കടന്നപ്പോഴാണ് രജനിയെ തീപ്പൊള്ളലേറ്റു മരിച്ച നിലയിൽ കണ്ടത്. അസുഖം മൂലമുണ്ടായ മനോവിഷമത്തിലാണ് മരിച്ചതെന്ന് ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകി. മാള പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കടൽ മണൽ ഖനനത്തിനെതിരെ മാർച്ച് 12-ന് ഡൽഹി പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് യാത്രയയപ്പ് നൽകി. കയ്പമംഗലം കമ്പനിക്കടവിൽ നടന്ന യാത്രയയപ്പ് യോഗത്തിൽ മത്സ്യത്തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി PA രാമദാസ് ഉദ്ഘാടനം ചെയ്തു. കേരള നിയമസഭ ഐക്യകണ്ഠേനയാണ് ഈ നിയമം പിൻവലിക്കണമെന്നുള്ള പ്രമേയം ഐക്യകണ്ഠേനയാണ് പാസാക്കിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംസ്ഥാന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുക. ആ സംസ്ഥാന സമ്മേളനത്തിൽ ഈ നയം നടപ്പാക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല, ഈ നിയമം പിൻവലിക്കണമെന്ന പ്രമേയം സമ്മേളനം ഐക്യകണ്ഠേന അംഗീകരിച്ച് പ്രമേയം പാസാക്കിയിട്ടുണ്ട്. നാട്ടിക ഡിവിഷൻ കമ്മിറ്റി പ്രസിഡന്റ് BS ശക്തിധരൻ അധ്യക്ഷത വഹിച്ചു. PS ഷജിത്ത്, NK സുരേഷ്, MV വിഷ്ണു എന്നിവർ സംസാരിച്ചു. TD സുബി, AP രാജൻ എന്നിവരാണ് പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുന്ന മത്സ്യത്തൊഴിലാളി പ്രതിനിധികൾ. കവർച്ച ചെയ്ത പണം അപഹരിക്കുന്നതിന് വേണ്ടി മരട് കൂട്ടായ്മ കവർച്ച കേസിലെ പ്രതിയായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച പണവും വാഹനങ്ങളും തട്ടിയെടുത്ത കേസിൽ 4 പ്രതികൾ പിടിയിൽ. ആളൂർ കൊമ്പിടിയിൽ നിന്ന് 2024 ഡിസംബർ 25-ന് പടിയൂർ സ്വദേശിയായ കോഴിപ്പറമ്പിൽ വീട്ടിൽ അനന്തുവിനെ സഞ്ചരിച്ചിരുന്ന കാറടക്കം തട്ടിക്കൊണ്ടുപോയി വെടിമറയിലുള്ള തട്ടുകടയുടെ സമീപം കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ കൂളിമുട്ടം ആൽ സ്വദേശി കാഞ്ഞിരത്ത് വീട്ടിൽ ഷാജി, പാപ്പിനിവട്ടം മതിൽമൂല പയ്യപ്പള്ളി വീട്ടിൽ നിഷാന, എറണാകുളം പറവൂർ താനിപ്പാടം വെടിമറ സ്വദേശി കാഞ്ഞിരപ്പറമ്പിൽ വീട്ടിൽ മുക്താർ, പറവൂർ SR വീട്ടിൽ മുഹമ്മദ് ഷമീം, ഖുറൈഷി എന്നിവരെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട DYSP KG സുരേഷിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഭാരതീയ ജനതാ പാർട്ടി എടവിലങ്ങ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കാര സെന്ററിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം KP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. അന്ന് ആശാ വർക്കർമാർ ചെയ്ത സുത്യർഹമായ സേവനം, ആ സേവനത്തിന് സ്വാഭാവികമായും ഒരുപാട് കൈകടികൾ കിട്ടിയിരുന്നു. കൊറോണ ബാധിച്ച ആളുകളെ മുന്നിൽ പോയി നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അവരുടെ അസുഖ വിവരങ്ങൾ തിരക്കി ആ അസുഖങ്ങളെ ഡോക്ടർമാരെടുത്ത് പോയി അവരോട് പറഞ്ഞ് ആ ഡോക്ടർമാർ കൊടുക്കുന്ന മരുന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്ന, അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന വളരെ വിശാലമായ മനസ്സോടുകൂടി സ്വന്തം ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ആ കൊറോണ ബാധിച്ച ആളുകൾക്ക് വേണ്ടി പരിചരണം നടത്തിയ ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആശാവർക്കർമാര് അന്ന് കേരളത്തിലെ ആളുകൾ പറഞ്ഞിരുന്നത് എന്താണ്? ആശാവർക്കർമാര് മാലാഖകളാണെന്ന് പറഞ്ഞിരുന്നു. മാലാഖകൾ. പ്രിൻസ് തലശ്ശേരി അധ്യക്ഷനായി. ആശാവർക്കർമാരായ ബിന്ദു മഹേഷ്,
ഷൈബി ദിനകരൻ എന്നിവരെ വേദിയിൽ ആദരിച്ചു. ശ്രീജിത്ത് പെരിങ്ങാട്ട്, PS അനിൽകുമാർ, സുബീഷ് ചെത്തിപ്പാടത്ത്, ശെൽവൻ മണക്കാട്ടുപടി, സോമൻ എടമുട്ടത്ത്, നീതു മനീഷ്, രാജേഷ് വെങ്കിടിങ്ങി, സനിൽ പ്രയാഗ, സച്ചിൻ ദേവ്, പ്രശാന്ത് കീർത്തി നഗർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. സ്വന്തം ജോലി സ്ഥലത്തെ സൗകര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനായി സ്ത്രീകൾ നടത്തിയ മുന്നേറ്റത്തിന്റെ ഓർമ്മയിൽ വനിതാ ദിനം ആഘോഷിക്കുന്നു. കുടിവെള്ള പദ്ധതിക്ക് ഊന്നൽ നൽകി ശ്രീനാരായണപുരത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 47,73,403 രൂപ വരവും 45,77,26,000 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന വാർഷിക ബജറ്റ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചു. യുവാവിനെ കരിങ്കല്ലുകൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. എറിയാട് ചേരമാൻ കല്ലുങ്ങൽ വീട്ടിൽ ഷിനാസ്, അഴീക്കോട് മുനയ്ക്കൽ മൂസിൻ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.